ഗായ്സ്, അപ്പോൾ ഇന്ന് എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ വീടിൻ്റെ അടുത്തു നിന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ടോ, പെട്ടെന്ന് താഴെപ്പാലത്തേക്കുള്ള. അങ്ങനെ താഴെപ്പാലത്തു നിന്ന് നടന്നു ഇതാ ബസ് കയറിയിട്ടോ. എങ്ങോട്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ പോകണം, ഗാന്ധിഗ്രാമുണ്ട് ബോയ്സ് സ്കൂളിൻ്റെ അടുത്തുള്ള. അപ്പോൾ അവിടെ പോയി ഒന്ന് രണ്ട് സാധനം വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടോ. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ സ്കൂള്, അതായത് അമ്മായിമ്മൻ്റെ സ്കൂള്. ബോയ്സിലാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. അങ്ങനെ അതാ ഞാൻ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മുന്നു പോണ ചേച്ചി ജസ്റ്റ് ഒന്ന് കാലിൽ സ്ലിപ്പായി കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതാ അതിൻ്റെ അടുത്തൊരു പട്ടിരിപ്പറമ്പ് ഭഗവതിക്കാവ് ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. അതൊക്കെ കണ്ടത് വയനാട് ഗാന്ധിഗ്രാമം വയനാട്ടിലെത്തിട്ടോ. ഇവിടെ ആദ്യമൊക്കെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ സാധനങ്ങൾ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വാങ്ങാൻ പോയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൈലാഞ്ചി പൊടി ഉണ്ടല്ലോ, മൈലാഞ്ചി അരച്ചിട്ട് ഇടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അല്ല കേട്ടോ, എനിക്ക് ചെറുതായിട്ടൊരു നീരിറക്കമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അധികം മൈലാഞ്ചി പൊടിയാണ് കേട്ടോ പ്രിഫർ ചെയ്യൽ. അപ്പോൾ ഞാൻ മൈലാഞ്ചി പൊടി വാങ്ങി. ഞാനും ഉമ്മയാണ് കേട്ടോ ഇടയിൽ അധികം മൈലാഞ്ചി പൊടി. പിന്നെ നീലാംബരിയും വാങ്ങി കേട്ടോ. ഒരു ദിവസം മൈലാഞ്ചി പൊടി ഇട്ടാൽ പിറ്റേന്ന് നീലാംബരി ഇടണമെന്ന് പറഞ്ഞു. ചെറുതായിട്ടൊരു നരയൊക്കെ വരുന്നുണ്ട് മുടിയൊക്കെ. അപ്പോൾ പിന്നെ ഒന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ടൊന്ന് കളറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിതാ ബസ്സിന് കയറിയിട്ടോ. ബസ്സിന് കയറിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. അയാൾ ഇവിടെ AK മാളുടെ ഫ്രണ്ടിൽ നിർത്തൂല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നെടുലങ്ങാടിയിലാട്ടോ ബസ് നിർത്തിയത്. പിന്നെ അവിടുന്ന് നടന്ന് വരേണ്ടി വന്നു. ആകെ മെനക്കേടായി. നടന്ന് വന്ന് ഈ ഒരു ബാഗ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എനിക്ക് നല്ലോണം ഇഷ്ടമായിന്ന്. അങ്ങനെ ഞാനതങ്ങോട്ട് എടുത്തു. ഇത് ഞാനങ്ങോട്ട് എടുക്കുവാണേന്ന് പറഞ്ഞ പോലെ ഞാനങ്ങോട്ട് എടുത്ത ആ ബാഗ്. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ തപ്പിത്തരിഞ്ഞിങ്ങനെ ഓരോന്നിനൊക്കെ നടന്നു. കുറച്ച് നേരം ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ. ഡ്രസ്സൊക്കെ നോക്കി നടന്നു. പിന്നെ ഞാൻ മോൾക്കൊരു ചെരുപ്പ് വാങ്ങണമായിരുന്നു. സ്കൂളത്തെ ചെരുപ്പ് ഭയങ്കര ടൈറ്റായി. അപ്പോൾ അതിനേക്കാളും വലിയ സൈസ് 8 സൈസ് വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. കിട്ടുന്ന ചെരുപ്പ് തന്നെ ബ്ലാക്കിലുള്ള. അപ്പോൾ പിന്നെ അവിടുത്തെ സെയിൽസ്മാൻ അവന് എടുക്കാൻ പോയതാണ് കേട്ടോ. അവരെ താഴത്തുനിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കളക്ഷൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. എനിക്ക് ഞാൻ അധികം ഇവിടുന്ന് തന്നെയാണ് ചെരുപ്പ് വാങ്ങൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മാജിക് ലേസിൻ്റെ ഒരു ഷോപ്പുണ്ട്, അത് ഇവർ തന്നെയാണ്. അങ്ങനെ എൻ്റെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഞാനിത് ആ ഓട്ടോ കയറി വീടെത്താനായിട്ടാണ്. വീടെത്തിയപ്പോൾ അമ്മ നല്ല സാമ്പാറും ഉപ്പേരിയും മീൻ പൊരിച്ചൊക്കെ കൂട്ടി നല്ല ഫുഡൊക്കെ കഴിച്ചു.